ഇന്ന് നമുക്കേ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു താറാവ് പൊള്ളിച്ചതാക്കിയാലോ. ഇതാ ഫുൾ താറാവ് എടുത്തു വെച്ചേക്കുന്നത്. നോക്കിയേ, അതൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്ത് കല്ലുപ്പൊക്കെ ഇട്ട് തിരുമ്മി നല്ല പോലെ വൃത്തിയാക്കി റെഡിയാക്കി എടുത്തേക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി ക്രിസ്മസ് സ്പെഷ്യൽ താറാവ് പൊള്ളിച്ചത് കൂടെ കള്ളപ്പൂ. എങ്ങനെ ഉണ്ടാക്കും നോക്കാം, വായോ. താറാവിനെയൊക്കെ ഇങ്ങനെ കണ്ടോ ക്ലീൻ ചെയ്ത് ഉള്ളെല്ലാം വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുറമേ കൂടെ ഒന്ന് വരയിടാവേ. ശരിക്കും പറഞ്ഞാൽ മാർച്ച് മാസത്തെ താറാവിനെ കഴിക്കാനാണ് നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ നെല്ലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടേ പാടത്തൂടെ നടക്കുന്ന താറാവുണ്ടല്ലോ. വരഞ്ഞു വെച്ചു താറാവിനെയൊക്കെ നമ്മൾ നല്ല പോലെ വരഞ്ഞു വെച്ച് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. വരഞ്ഞു വെച്ചിട്ട് ഇനി നമ്മൾ പിന്നെ ചെറുനാരങ്ങ നീരില്ലേ, അതൊന്ന് തേച്ച് പിടിപ്പിക്കാവേ. അത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിക്കണം. വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുക കേട്ടോ. അപ്പം എങ്ങനെയാന്ന് കാണിച്ചു തരാം. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല അല്ലെ. ചെറുനാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീര്, കാന്താരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ആനിയമ്മയുടെ ലീഫി കേരള ആനിയമ്മയുടെ കാന്താരിപ്പൊടി വെച്ചിട്ടാ ഞാൻ ഇന്ന് ഇത് പൊള്ളിക്കുന്നത്. ഇല്ല എങ്കിൽ പച്ചമുളക് എടുക്കാം, അതും അല്ലെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ എടുക്കാം, ഉണക്ക കാന്താരി ഉണ്ടെങ്കിലും എടുക്കാം. അപ്പം മുളക് പൊടി ചേർക്കുന്നില്ല. കറിവേപ്പില വേണം, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളിയാണ് അതിന്റെ മെയിൻ ആയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ തന്നെ മതി. അപ്പൊ ഗരം മസാല ഇച്ചിരി. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ആദ്യം തന്നെ നാരങ്ങ നീര് തേക്കുക. കല്ലുപ്പിട്ട് എല്ലാം ഉരച്ച് കഴുകിയിട്ട് പിന്നെ വിനാഗിരിയിൽ ഒഴിച്ചൊക്കെയാണ് ഇത് വൃത്തിയാക്കി എടുത്തത് കേട്ടോ. ചെറുനാരങ്ങ നീര് എല്ലായിടത്തും ആയി. ഇനി കുറച്ച് ഉപ്പ്. നല്ലപോലെ ഇതവിടെ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. താറാവിൽ നമ്മൾ നാരങ്ങ നീരും ഉപ്പും ചേർത്ത് വെച്ചിട്ടൊരു 5-6 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ എടുത്ത് കുക്കറിലോട്ട് ഇടാം. നല്ല വേവുണ്ടല്ലോ, അതുകൊണ്ട് കുക്കറിലേക്ക് ഒന്നിട്ടേക്കാം. അതിലേക്ക് നമ്മൾ ഇടുന്നത് ഇതാ കണ്ടോ, 2-3 പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇച്ചിരി കുരുമുളക്, മുഴുവനേ ഉള്ളതാണ് കേട്ടോ. അതിട്ടു. ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂണേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ഇട്ടു. തേങ്ങാപ്പാൽ, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആവശ്യമുണ്ട്. ഇത് മസാല ആകുമ്പോഴത്തേനും കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ എണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങാപ്പാൽ അങ്ങോട്ട് വെന്ത് അതൊരു എണ്ണയാകും. ഇതിനകത്ത് ഇപ്പൊ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാര്യം എന്താന്ന് ചോദിച്ചാല് തേങ്ങാപ്പാൽ വെന്തിട്ട് എണ്ണയാകും. അതുപോലെ തന്നെ ഈ താറാവിന്റെ ഒരു നെയ്യ് ഉണ്ടല്ലോ, അതും കൂടെ ഇറങ്ങും. അപ്പൊ നമ്മള് ഇത് നല്ല പോലെ ഒന്ന് മൂടുക. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 4 വിസിൽ വരെ അങ്ങ് വരട്ടെ, വെന്തോട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇത് വേകുന്ന സമയത്ത് ഇതിനൊരു മസാല ഉണ്ടാക്കണ്ടേ, വഴറ്റും. നമ്മുടെ താറാവ് വേകുന്ന സമയത്തേ നമുക്ക് വേണ്ടേ ഒരു പാൻ അടുപ്പ് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വേറൊരു പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കണ്ടോ, ഐസ് പോലെയാ. നമുക്ക് എണ്ണ ചൂടായപ്പം ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഇതിന്റെ മസാലയ്ക്ക് ആവശ്യമുള്ള ചെറിയുള്ളി വേണം. അതായത് ഒരു 250 ഗ്രാം എങ്കിലും വേണം കേട്ടോ. ഞാനിപ്പോ കുറച്ച് കൂടുതൽ അരിഞ്ഞു വെച്ചത്, ഇത് മുഴുവൻ ഇതിനല്ല. 300 ഗ്രാം ഉണ്ടാവും കേട്ടോ ചെറിയുള്ളി. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴന്ന് പച്ചച്ചവ എന്ന് മാറി കഴിയുമ്പോഴത്തേനില്ലേ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. നാരങ്ങാ നീര് ചേർത്തതാണ്, എന്നാലും ഒരു തക്കാളി നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല. ഇനി നമ്മുടെ എരിവിന് ചേർക്കുന്നത് കാന്താരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ലീഫി കേരള ആനിയമ്മ തന്ന കാന്താരിപ്പൊടി. ഇതില്ലെങ്കിൽ പച്ചമുളക് അരച്ച് ചേർക്കാം, പേസ്റ്റ് ആക്കി ചേർക്കാം. ഇല്ലെങ്കിൽ കാന്താരി ചേർക്കാം. അത് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന കൂട്ടത്തില് ചേർത്താൽ മതിയേ.
കുറച്ച് ചേർത്താൽ മതി, നല്ല എരിവുണ്ടാവും. പൊടികളെല്ലാം നല്ല പോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ ഇതിനകത്ത് ഇതൊന്ന് നല്ല പോലെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. നമ്മുടെ മസാലയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ താറാവ് ഒന്ന് തുറന്നു നോക്കണ്ടേ? ഇതാ നോക്കി, താറാവൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയോ? മസാല ഇല്ലേ, ഒരു പാത്രത്തിലേക്ക് മാറ്റണേ. താറാവ് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. താറാവിനെ എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്നിട്ടു. എന്നിട്ട് ഇതാ ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. നെയ്യാണിത്. നെയ്യൊന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാവേ. ഈ പാനിലേക്ക് നമ്മുടെ താറാവിനെ കിടത്തിയിട്ടേ ആ താറാവിന്റെ ചോക്കുണ്ടല്ലോ, അത് നമുക്ക് നെയ്യൊക്കെയാ, അത് ഇതിനകത്തോട്ട് കുറച്ചൊന്ന് ഒഴിച്ച് ഇതിൽ ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് കൊടുത്ത് കുറച്ച് ഗ്രേവിക്കകത്തോട്ടും കൂടെ ഒന്ന് നമ്മുടെ ആ ചോക്ക് ഒഴിക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിന്റെ ആ ഒരു നെയ്യും ആ ഒരു ഇതും എല്ലാം കൂടെ. താറാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി പണിയുണ്ട്. ഈ മസാല നല്ല സ്പൈസി ആയതുകൊണ്ടാണ് നമ്മൾ ഇതേൽ അധികം സ്പൈസസ് ഒന്നും കൊടുക്കാത്ത കേട്ടോ. എന്നാലും ഇങ്ങനെ കഴിക്കാനും ഫോറിനേഴ്സിനൊക്കെ ഇങ്ങനെ കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ? നമുക്കത് പറ്റൂല. ദാ ഇലയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മസാലയൊക്കെ ഇതേൽ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലും താറാവിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഒന്ന് പൊതിഞ്ഞ് ഒന്ന് പൊള്ളിച്ചെടുക്കണ്ടേ? നമുക്ക് ഇനി വാഴയിലയില് കുറച്ച് മസാല എടുത്ത് അങ്ങോട്ട് വെക്കാവേ. 2 തക്കാളി, കുറച്ച് കറിവേപ്പില. നമ്മുടെ താറാവിനെ എടുത്തങ്ങോട്ട് കിടത്താം. നല്ല പോലെ വെന്ത് റെഡി ആയിരിക്കുക കേട്ടോ. കണ്ട, താറാവിനെ അങ്ങോട്ട് കിടത്തി. ഈ എണ്ണ ഇനിയും കളയരുതേ. ഈ എണ്ണ നമ്മുടെ ഉരുളിയിലില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുക്കുവേ. നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു എണ്ണ നമ്മൾ ഒഴിക്കുന്നില്ല. ഈ താറാവിന്റെ നെയ്യ് തന്നെ എടുത്തിട്ടാണ് ഉരുളിയിൽ ഒഴിക്കുന്നത്. ഇനി നമുക്ക് മസാല എല്ലാം ഉള്ളിലോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊതിയാം കേട്ടോ. വാഴയുടെ നാര് വെച്ച് തന്നെ കെട്ടാം. വലിപ്പത്തിലൊരു നാരെടുത്ത് അങ്ങ് കെട്ടിവെച്ചു. നമ്മുടെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ താറാവിന്റെ ആ എണ്ണ ഉണ്ടല്ലോ, നെയ്യ്, അത് വേണം ഉരുളിയിൽ ഒഴിച്ചു കൊടുക്കാനേ. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ താറാവിനെ എടുത്ത് ഇതിനകത്തോട്ട് വെച്ചേക്കാം. തീ കുറച്ച് വെച്ച് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇടാവേ. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിടണ്ടേ? തിരിച്ചു മറിച്ചിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ ഉരുളി എടുത്തത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇനി നമ്മുടെ താറാവിനെ എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ. അങ്ങനെ നമ്മുടെ താറാവ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നോയമ്പ് എന്റെ കഴിഞ്ഞിട്ടില്ല, 25-ാം തീയതി ആവണം. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താറാവ് കിട്ടിയില്ലെങ്കിൽ ചിക്കനിലാക്കിക്കോ, ഇല്ലെങ്കിൽ നമ്മുടെ മട്ടന്റെ ലെഗ് പീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലുണ്ടാക്കിക്കോ. നല്ല ടേസ്റ്റ്. ഈ ഒരു മസാലയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പം ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആൻഡ് പുതുവത്സരാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഈ ഒരു മസാല നിങ്ങൾ പരീക്ഷിക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.